ഷൂവും കുത്തി കയറ്റി ഉമ്മക്കോട്ട് ആറ്റം പറഞ്ഞ് ഇങ്ങോട്ടാന്നല്ലേ. ഇന്നാണ് കൈസ് ലാൻസിക്കുട്ടീനെ കൊണ്ടുവരാനുള്ള ദിവസം. ഇത്രയും ദിവസം ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ചങ്ക് കൂടെ ഇല്ലാതെ കൊണ്ട് അവൻ്റെ വീട് നോക്കി ഒന്ന് സങ്കടം പറഞ്ഞ് നേരെ ഇറങ്ങി ഗ്യാരേജിൽ നിന്ന് കുറേ കോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ വന്നപ്പോൾ ബസ് വന്ന് അതിൽ ചാടി കയറി നേരെ വിട്ട് കൈസ്. അപ്പോഴാണ് കമ്പനിയിൽ നിന്ന് കോൾ വന്നത്. കുറച്ച് നേരം അത് മാനേജ് ചെയ്ത് അവിടെ ഇരുന്നപ്പോഴാണ് അടുത്ത ബസ് സ്റ്റാൻഡ് എത്തിയത്. അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പാലപ്പള്ളി എത്തി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കൈസ്. അപ്പോൾ ഒരു ഫാസ്റ്റ് വന്നു, അതിൽ ചാടി കയറി നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഒന്ന് കഷ്ടപ്പെട്ട് പേഴ്സൊക്കെ എടുത്ത് പൈസയൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് കൈസ്. ശരിക്കും ഈ ബാഗ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നൊക്ലാജ് അടിക്കും കൈസ്. പണ്ടത്തെ സ്കൂൾ ജീവിതം ഒട്ടും കുലുക്കല്ലായിരുന്നു കൈസ്. റോഡ് അടിപൊളിയായ കൊണ്ട് ഒന്നും പുറകോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഗ്ലാസ്സൊക്കെ ഇളവ് വീഴാറായി കൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സീറ്റ് ഇട്ട് കൈസ്. അങ്ങനെ ട്രെയിൻ കണ്ടോണ്ട് മനസ്സിലായി കൊല്ലം എത്തി. സോ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചു. എൻ്റെ ഫോൺ ഓഫായി. പക്ഷേ ഞാൻ തന്നില്ല. ഈ പയ്യന്മാർ എന്നെ നല്ല ഹെൽപ്പ് ചെയ്തു ഗൈസ്. എനിക്ക് വേണ്ട നമ്പേഴ്സ് ഓൾറെഡി ഞാൻ ക്യാമറ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം സന്ധ്യാസമയം ആസ്വദിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ സെബിൻ ബ്രോയുടെ വീടെത്തി. ഗ്യാരേജിൽ നിന്ന് ഓൾറെഡി വണ്ടി എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ കിടക്കുന്നത് സെബിൻ ബ്രോയുടെ തന്നെ സ്വന്തം വണ്ടിയാണ്. അവൻ്റേതായ കുറച്ച് ചെക്കപ്സും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ലാൻസിക്കുട്ടീനെ എടുത്ത് അച്ഛനൊരു വലിയ പാട്ടൊക്കെ ഇട്ട് ഒറ്റ പോക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ലാൻസിക്കുട്ടിയായിട്ട് നമ്മളെ വീട്ടിലെത്തി ഗൈസ്. ഇന്നത്തെ പരിപാടിയിൽ ഇത്രയ്ക്കുള്ള